തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്കിടെ രോഗിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത് നിയമസഭയിൽ സബ്മിഷനായി അവതരിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് സുമയ്യ അനുഭവിക്കുന്നത് കഠിനമായ ആരോഗ്യ പ്രശ്നമാണ്. നഷ്ടപരിഹാരത്തിന് അനുകൂല നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായെന്നും വിദഗ്ധ സമിതി റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് കർശന നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി മറുപടി നൽകി. ഷിജോ കുര്യൻ വിവരങ്ങളുമായി. ഷിജോ, എന്താണ് ഈ പ്രശ്നം? നിഷാദ, സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ സുമയ്യ പ്രതിപക്ഷ നേതാവിനടക്കം പരാതി കൊടുത്തിരുന്നു. ആ വിഷയത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് നിയമസഭയിൽ സബ്മിഷനായിട്ട് അവതരിപ്പിച്ചത്. ഈ സംഭവത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നിയമസഭയിൽ സമ്മതിച്ചത്. ഇതിനകത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയുടെ അന്വേഷണം നടന്നു വരികയാണ്. വിദഗ്ധ സമിതിയുടെ അന്വേഷണം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഡോക്ടർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. 2023 സുമയ്യ തൈറോയിഡിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അതിനിടയിലാണ് സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത്. അതിനുശേഷം സുമയ്യ തിരുവനന്തപുരം RCCയിലും ശ്രീചിത്രയിലും അടക്കം ചികിത്സ തേടിയിരുന്നു. അതിൽ RCCയിൽ ചികിത്സ തേടിയതിനിടയിലാണ് സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത്. ഈ സംഭവം വലിയ തരത്തിൽ വിവാദമായിരുന്നു. ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് മന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ സംഭവത്തിൽ സുമയ്യ കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. അതിനുമപ്പുറത്തേക്ക് ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ അന്വേഷണം നടന്നു വരുന്നു. വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് സുമയ്യയുടെ നെഞ്ചിൽ നിന്ന് ഗൈഡ് വയർ പുറത്തെടുക്കും. അതോടൊപ്പം തന്നെ ഡോക്ടർക്ക് എതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടി മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഡോക്ടർ രാജീവ് കുമാർ ജോലിയിൽ തുടരുകയാണ്. പക്ഷേ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും ആരോഗ്യവകുപ്പ് തുടർ നടപടികളിലേക്ക് പോവുക. എന്തായാലും ഈ സംഭവത്തിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷൻ മറുപടിയായിട്ട് നിയമസഭയിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. നിഷാദ്, ഷിജോ ആണ് വിവരങ്ങൾ നൽകിയത് നിയമസഭയിൽ.